ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന്, ജസീലയുടെ കയ്യിൽ നിന്ന് ഒരു 2 പവനോളം സ്വർണം അത് വിറ്റ് പൈസ അങ്ങനെ എന്തോ ഇവർ വാങ്ങിയിട്ടുണ്ട്. ഈ സുഹൃത്ത് എന്ന് പറയുന്നത് എന്തോ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ട്. കാരണം മിസ്സായിട്ടുണ്ടോ എന്നുള്ളത് തന്നെ നമുക്കൊരു സംശയമുണ്ട്. കള്ളക്കേസ് കൊടുക്കായിരുന്നാണ് ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. അതായിരിക്കാം. ഒന്നുകിൽ കള്ളക്കേസ്, സ്വർണം മിസ്സായിട്ടുണ്ടാവില്ല. ആ വീട്, ഈ അഫ്രീദിന്റെ വീട്, കാര്യങ്ങൾ, അവരുടെ സാഹചര്യങ്ങളൊക്കെ കണ്ടാൽ അങ്ങനെ ഒരു 9.5 പവൻ അവിടെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പാടാണ് നിങ്ങൾക്ക്. പിന്നെ ഒരു കള്ളി നല്ല പറഞ്ഞ ഭയങ്കര ബേജാറല്ലേടാ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഈ കഴിഞ്ഞ ദിവസം മക്കയിലേക്ക് ഉംറയ്ക്ക് പോകുന്ന വഴിക്ക് ബസ് അപകടത്തിൽപ്പെട്ട് 2 മലയാളികൾ മരിച്ചിരുന്നു. അതിൽ ഒരു അമീർ മരണപ്പെട്ടിരുന്നു. അദ്ദേഹം നിലമ്പൂർ സ്വദേശിയാണ്. ഇസ്മായിൽ നിസാമി എന്നാണ് ആ ഉസ്താദിൻ്റെ പേര്. അദ്ദേഹം പോകുന്ന വഴിക്ക് അനുയായികൾക്ക് റസൂലിൻ്റെ സലാത്തും അതുപോലെ തന്നെ മധു പാട്ടുകളും എല്ലാം പാടിക്കൊടുത്തിരുന്നു. അദ്ദേഹം അവസാനമായി പാടിയ ഒരു പാട്ട് തീർച്ചയായിട്ടും നമുക്ക് ആദ്യമായിട്ട് അതൊന്ന് കേൾക്കാം. മരിക്കാനും കൊതിച്ചിടും സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് हरा गुंबद जो देखोगे जमाना भूल जाओगे, अगर तौबा को जाओगे तो आना भूल जाओगे। सलातुल्लाह सलामुल्लाह अला त्वाहा സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. എത്ര സുന്ദരമായിട്ടാണ് ആ ഉസ്താദ് ആ പാട്ടെല്ലാം ആലപിച്ചത് എന്ന് നിങ്ങൾ കേട്ട് കാണും. പക്ഷേ അദ്ദേഹത്തിന് അറിയില്ലല്ലോ അവസാനമായിട്ടുള്ള പാട്ടാണ് അത് എന്ന്. ഇനി അടുത്ത ഉംറയ്ക്കോ അല്ലെങ്കിൽ അടുത്ത റമദാൻ മാസമോ ഞാൻ ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അത്ര സങ്കടകരമാണ്. തീർച്ചയായിട്ടും ആ വീഡിയോ കാണുന്ന സമയത്ത് കണ്ണ് നിറയാതെ നമുക്ക് കണ്ടു തീർക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അതുപോലെ തന്നെ വളരെ സങ്കടകരമായ മറ്റൊരു കാര്യം, കാസർഗോഡ് നെൽത്തടക്ക സ്വദേശിയായ ജസീല എന്ന് പറയുന്ന സ്ത്രീയുടെ മരണവുമായി ബന്ധപ്പെട്ട് 2 വീഡിയോ നമ്മൾ ഇതിൻ്റെ മുന്നേ ചെയ്തിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ആക്ഷൻ കമ്മിറ്റിയിലെ അംഗങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ തീർച്ചയായിട്ടും നമ്മൾ ഞെട്ടിപ്പോവും. കാരണം അത്തരത്തിലുള്ള ആരോപണങ്ങളാണ് അവർ പറയുന്നത്. കാരണം ഈ സ്വർണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുള്ള വ്യാജ ആരോപണമാണ് ആ സ്ത്രീയുടെ മരണത്തിലേക്ക് നയിച്ചത്. എന്നാൽ ആ വീട്ടിൽ അത്രയ്ക്ക് സ്വർണമുണ്ടോ എന്ന് തന്നെ സംശയമാണ് എന്നാണ് ആ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട സമയത്ത് ഇപ്പോൾ അവർക്ക് കിട്ടിയ ഞെട്ടിക്കുന്ന വിവരം എന്നുള്ളത്. നമുക്കതിലേക്ക് പോകാം. അതിൻ്റെ മുന്നേ ആദ്യമായിട്ട് ജസീല എന്ന് പറയുന്ന സ്ത്രീ അവരുടെ അടുത്ത സുഹൃത്തിന് അവസാനമായിട്ട് അയച്ച ആ വോയിസ് മെസ്സേജിൽ തീർച്ചയായിട്ടും ആ യുവതി എത്രമാത്രം അവരുടെ ഭർത്താവിൽ നിന്നും അതുപോലെ തന്നെ വീട്ടുകാരിൽ നിന്നുമെല്ലാം മാനസികമായ സമ്മർദ്ദങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു എന്നുള്ള തെളിവുകളാണ്. നമുക്ക് ആദ്യമായിട്ട് ആ ഓഡിയോ വോയിസ് ഒന്ന് കേൾക്കാം. പിന്നെ ഒരു കള്ളി നല്ല പറഞ്ഞ ഭയങ്കര ബേജാറല്ലേടാ. അത് ചെയ്തതൊക്കെ പിന്നെയും ചെയ്യാം. ആ പൊരയില് പൊന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല, പിന്നല്ലേ ഞാൻ എടുക്കുന്നത്. ഞാൻ എത്ര തവണ ആത്മഹത്യ ശ്രമിച്ചിരുന്നു അറിയോ. സഹിക്കാൻ ഓന്റെ ഇടങ്ങേറ് സഹിക്കാൻ പറ്റാത്തോണ്ട് മക്കളെ ഒത്തിരി പിടിച്ചിരുന്നു. ഇതിപ്പോ എല്ലാം കൂടി ഒരുമിച്ചാ വന്നത്. അപ്പോൾ ഈ വോയിസ് കേൾക്കുന്ന നിങ്ങൾക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് പല സമയങ്ങളിലായിട്ട് വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദങ്ങളും ഭീഷണികളുമെല്ലാം ഈ ജസീല എന്ന് പറയുന്ന 23-കാരി നേരിട്ടിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന തെളിവുകൾ തന്നെയാണ് ഇത്. തൻ്റെ കുട്ടികൾ അല്ല എന്ന് വരെ ഒരു തവണ അദ്ദേഹം ജസീലയോട് പറഞ്ഞിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കുട്ടികളെ DNA ടെസ്റ്റ് നടത്തണമെന്ന് വരെ അദ്ദേഹം ഗൾഫിൽ നിന്ന് ഫോൺ ചെയ്ത് ഇദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എന്ന് ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റിയുടെ നേതാവ് തന്നെ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറയുകയാണ്. കാരണം അത്തരത്തിൽപ്പെട്ട ഓരോ പ്രശ്നങ്ങൾ ഈ കുടുംബത്തിൽ ആദ്യം തന്നെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഭർത്താവിന് ഭാര്യയായ ജസീലയിൽ അത്രമാത്രം വിശ്വാസമുണ്ടായിരുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ജസീലയുടെ ആൺസുഹൃത്തായ അഫ്രീദി എന്ന് പറയുന്ന വ്യക്തിക്ക് ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് 2 പവൻ വിറ്റിട്ട് ആ സ്വർണത്തിൻ്റെ പൈസ കൊടുത്തിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം കൂടി ആക്ഷൻ കമ്മിറ്റിയുടെ നേതാവ് ഇപ്പോൾ പറയുന്നുണ്ട്. നമുക്ക് എന്താണ് അദ്ദേഹം പറയുന്നത് നമുക്കതുകൂടി കേൾക്കാം. കുട്ടിയുടെ സുഹൃത്ത് എന്ന് പറയുന്ന വ്യക്തി അഫ്രീദ് എന്നാണ് പേര്. അവനും അതേപോലെ ഈ കുട്ടിയുടെ ഈ അഫ്രീദിൻ്റെ ഉമ്മ, വീട്ടുകാർ, അതേപോലെ ഈ കുട്ടിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ, ഇവരൊക്കെ ചേർന്നാണ്
ഈ കുട്ടിയെ മാനസികമായിട്ട് നല്ലോണം തളർത്തിയത്. ഭർത്താവ് പിന്നെ ഗൾഫിൽ നിന്ന് വിളിച്ച് പിന്നെ ഈ കുട്ടിയോട് ഇത് പിന്നെ ഡിവോഴ്സ് ചെയ്യും, അതേപോലെ കുട്ടികളുടെ കാര്യത്തിൽ സംശയമുണ്ട്, DNA ടെസ്റ്റ് ചെയ്യണം എന്നുള്ള രൂപത്തിലൊക്കെ പിന്നെ ഒരുപാട് ഷൗട്ട് ഒരുപാട് ആ രീതിയിലാണ് സംസാരിച്ചത്. കമ്മിറ്റി ഇപ്പോൾ ആവശ്യപ്പെടുന്ന എന്ത് കാര്യമാണ്? ഇതിൻ്റെ നല്ലൊരു ശക്തമായൊരു അന്വേഷണം നടത്തണം. ഇതിൻ്റെ പിന്നിൽ പിന്നെ ഗൂഢാലോചന നടത്തുന്നുള്ള സംശയമുണ്ട് നമുക്ക്. യഥാർത്ഥ പ്രതികളെ എത്രയും പെട്ടെന്ന് തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് പറയാനുള്ളത്. ഗൂഢാലോചന ഉണ്ടെന്ന് തോന്നാൻ കാരണം എന്താണ്? ഏത് രീതിയിൽ ഗൂഢാലോചന നടത്തിയെന്നാണ് ആക്ഷൻ കമ്മിറ്റി കരുതുന്നത്? അതായത് ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന്, ജസീലയുടെ കയ്യിൽ നിന്ന് ഒരു 2 പവനോളം സ്വർണം അത് വിറ്റ് പൈസ അങ്ങനെ എന്തോ ഇവർ വാങ്ങിയിട്ടുണ്ട്. ഈ സുഹൃത്ത് എന്ന് പറയുന്നത് എന്തോ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതേപോലെ പിന്നെ സ്വർണം എടുത്തു എന്ന് പറയുന്നത് 9.5 പവൻ സ്വർണം മിസ്സായി എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ പരാതി കൊടുത്തത്. പിന്നീട് നമ്മൾ സ്റ്റേഷനിലൊക്കെ പോയി അന്വേഷിച്ചപ്പോൾ അത് 9 പവനല്ല, അതിലെന്തോ കുറവ് എന്നുള്ള രീതിയിലാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ സ്വർണം മിസ്സായിട്ടുണ്ടോ എന്നുള്ളത് തന്നെ നമുക്ക് സംശയമുണ്ട്. കള്ളക്കേസ് കൊടുക്കായിരുന്നാണ് ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. അതായിരിക്കാം, ഒന്നുകിൽ കള്ളക്കേസ്, സ്വർണം മിസ്സായിട്ടുണ്ടാവില്ല. ആ വീട്, ഈ അഫ്രീദിൻ്റെ വീട് കാര്യങ്ങൾ, അവരുടെ സാഹചര്യങ്ങളൊക്കെ കണ്ടാൽ അങ്ങനെ ഒരു 9.5 പവൻ അവിടെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പാടാണ് നിങ്ങൾക്ക്. ഇനി അഥവാ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ആ സ്വർണം ആരാണ് എടുത്തത് എന്നുള്ള കാര്യത്തിൽ കൂടി വ്യക്തമായിട്ട് ചിലപ്പം ആ വീട്ടിൽ നിന്ന് തന്നെ ആരെങ്കിലും എടുത്തതായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. ഇത് തന്നെയാണ് യാഥാർത്ഥ്യമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഈ അഫ്രീദുമായി ബന്ധപ്പെട്ട് 2 പവന്റെ പ്രശ്നം നമ്മൾ ആദ്യമേ കേട്ടതാണ്, പക്ഷേ അതിൽ തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല. എന്നാൽ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തെളിവുകൾ കിട്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഭർത്താവിൽ നിന്നും നിരന്തരം ഈ സ്ത്രീ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. അത് അവസാനത്തെ ആ സ്ത്രീയുടെ വോയിസ് തന്നെ കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതിൽ വളരെ തുറന്നു പറയുന്നുണ്ട്. ഇതിൻ്റെ മുന്നേ തന്നെ പല ആവർത്തി ഞാൻ മരണം ആഗ്രഹിച്ചിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ഇദ്ദേഹത്തിൻ്റെ സൂര്യക്കേട് കൊണ്ട് തന്നെയാണ് അത്തരത്തിൽപ്പെട്ട ഒരു തീരുമാനമെടുക്കാൻ ആ സ്ത്രീയെ പ്രേരിപ്പിച്ചത്. അതുപോലെ തന്നെ 2 മക്കളെ ആലോചിച്ചിട്ടാണ് ഇതുവരെ ഞാനൊന്നും ചെയ്യാതിരുന്നത് എന്നും ജസീല എന്ന് പറയുന്ന 23-കാരി ആ ഓഡിയോ ക്ലിപ്പിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അതുപോലെ തന്നെ ആക്ഷൻ കമ്മിറ്റി പറയുന്നത് ഈ ഒരു കാര്യത്തിലെല്ലാം തീർച്ചയായിട്ടും എന്തോ ഒരു നിഗൂഢത അവരും സംശയിക്കുന്നുണ്ട്. കാരണം ആ വീട്ടിൽ പോയി സന്ദർശനം നടത്തിയ ആൾക്കാരാണ് ഇവരെല്ലാം. ഇവർ പറയുന്നത് ആ വീട്ടിൽ അത്രമാത്രം സ്വർണ്ണമുണ്ടോ എന്ന് തന്നെ ആ വീടിൻ്റെ കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷം അവർക്ക് തന്നെ സംശയമാണ്. ഇനി സ്വർണം അത്ര തന്നെ ഇല്ല എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും 9.5 പവൻ കാണാതായി എന്നാണ് അവർ തീർച്ചയായിട്ടും പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തത്. അത്രമാത്രം സ്വർണം ഇല്ല, അതൊരു കള്ളപ്പരാതിയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കാൻ വേണ്ടി സാധിക്കുന്നത്. തീർച്ചയായിട്ടും എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്ന് നമുക്ക് 100% ഒരു സംശയവുമില്ലാത്ത ഒരാളുടെ പേര് ഒരിക്കലും നമ്മൾ സംശയത്തിൻ്റെ നേരിൽ എഴുതി കൊടുക്കാനോ അതുപോലെ തന്നെ അവരെ കള്ളിയാക്കാനോ പാടില്ല. അത്തരത്തിൽപ്പെട്ട ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് കാസർഗോഡ് മിനിത്തടക്ക് സ്വദേശിയായ ജസീല എന്ന് പറയുന്ന കുട്ടിയുടെ മരണത്തിലേക്ക് വരെ നയിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് അഫ്രീദിനെയും അവരുടെ ഉമ്മയും ഉപ്പയും എല്ലാം ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ പോലീസ് ചോദ്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിനുശേഷം തീർച്ചയായിട്ടും ആരാണ് ഈ സ്വർണം മുതൽ കട്ടെടുത്തത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. തീർച്ചയായിട്ടും ആ സ്വർണം കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ആ വീടിൻ്റെ അകത്ത് തന്നെ ഉള്ള ആൾക്കാരാണ് എന്ന് തന്നെയാണ് അനൗദ്യോഗികമായിട്ട് ഇപ്പോൾ പോലീസ് വൃത്തങ്ങളും അതുപോലെ തന്നെ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാണ് നമുക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇനി വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലൂടെ ആരാണ് ആ സ്വർണം കട്ടത് എന്ന് പുറത്തു വരുന്ന സ്ഥിതിക്ക് നമുക്ക് ആ വാർത്തയുമായിട്ട് വരാം. അതുപോലെ തന്നെ ഉസ്താദിൻ്റെ മരണം അവരുടെ കുടുംബങ്ങളെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അദ്ദേഹം നിരന്തരമായിട്ട് ഉംറ ചെയ്യാൻ കൊണ്ടുപോകുന്ന അമീറാണ്. അദ്ദേഹം ഒരു നിലമ്പൂർ സ്വദേശിയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മയ്യത്തെ തീർച്ചയായിട്ടും നാട്ടിലേക്ക് കൊണ്ടുപോകാതെ ഇവിടെ തന്നെ മറവ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. തീർച്ചയായിട്ടും അവരുടെ കുടുംബത്തിന് പഠിച്ച തമ്പുരാൻ ക്ഷമ നൽകട്ടെ. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഖബറിൽ മഹ്ഫിറത്തും അതുപോലെ തന്നെ സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ എന്നൊക്കെ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയിലും ഉസ്താദിനെയും അതുപോലെ തന്നെ ഈ ജസീല എന്ന് പറയുന്ന സഹോദരിയെയും ഉൾപ്പെടുത്തുക. റമദാൻ മാസമാണ്. തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഏറ്റവും കൂടുതൽ പുണ്യം കിട്ടുന്ന ഒരു മാസമാണ്. തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.